ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൻഡിൽ സ്റ്റിക്ക് ഹിസ്റ്ററി ആൻഡ് ദിയർ പർപ്പസ്, വാട്ട് ഈസ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, കീ കോമ്പണൻസ് ആൻഡ് അനാട്ടമി, ഡിഫറെന്റ് ടൈം ഫ്രെയിംസ്, ഗോൾസ് ഓഫ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ആൻഡ് റിയൽ വേൾഡ് എക്സാമ്പിൾസ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അരി വ്യാപാരിയായ ജാപ്പനീസുകാരൻ മുനോഷിമ ഹോമ അരിയുടെ സപ്ലൈക്കും ഡിമാൻഡിന് കാരണം മാർക്കറ്റ് സെന്റിമെന്റ് ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതായത് പേടിയും അത്യാഗ്രഹവും ആണ് മാർക്കറ്റിലെ അരിയുടെ വിലയെ നയിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ വിഷ്വൽ പ്രൈസ് ആക്ഷൻ വെച്ച് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം റിയലൈസ് ചെയ്തു. അങ്ങനെയാണ് കാൻഡിൽ സ്റ്റിക്കിന്റെ ഉത്ഭവം. അത് പിൽക്കാലത്ത് സ്റ്റീവ് നിസ്സൺ എന്ന ഇൻവെസ്റ്റർ അത് വെസ്റ്റേൺ വേൾഡിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ പുസ്തകമായ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിംഗ് ടെക്നിക്സ് എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് കാൻഡിൽ സ്റ്റിക്കിന്റെ ഉത്ഭവം. എന്താണ് ഒരു കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്? ഒരു അസറ്റിന്റെ, അതായത് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ കറൻസി അല്ലെങ്കിൽ കൊമോഡിറ്റി, ഇങ്ങനെയുള്ള ഒരു അസറ്റിന്റെ സ്പെസിഫിക് പീരീഡിലുള്ള വിലയുടെ നീക്കത്തെ നമുക്ക് വിഷ്വലി കാണിച്ചു തരുന്നതാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഇതിന് പ്രധാനമായിട്ട് 4 വാല്യൂസ് ഉണ്ട്: ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഈ വാല്യൂസ് നമുക്ക് എന്താണ് കാണിച്ചു തരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കീ കോമ്പണൻസ് ഓഫ് കാൻഡിൽ സ്റ്റിക്സ്. ഒരു കാൻഡിൽ സ്റ്റിക്സിന്റെ മെയിൻ കോമ്പണൻസ് ആണ് ഒന്ന് റിയൽ ബോഡി. റിയൽ ബോഡി എന്ന് പറഞ്ഞാൽ ഓപ്പണിനും ക്ലോസിനും പ്ലേസിനും ഇടയ്ക്കുള്ള സ്പേസ് ആണ് റിയൽ ബോഡി. ഇത് 2 ടൈപ്പിലുണ്ട് റിയൽ ബോഡി: പച്ച കളർ റിയൽ ബോഡിയും ചുമന്ന കളർ റിയൽ ബോഡിയും. പച്ച കളർ, ഗ്രീൻ കളർ ബോഡി റെപ്രസെന്റ് ചെയ്യുന്നത് വിലകളിൽ മുകളിലോട്ട് പോകുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പച്ച കളർ ബോഡി. അതായത് ഒരു ഓപ്പൺ ആയ പ്രൈസിൽ നിന്ന് മുകളിലാണ് പ്രൈസുകൾ അവസാനിച്ചിട്ടുള്ളത്. അതാണ് ഗ്രീൻ കളർ ബോഡി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെഡ് കളർ ബോഡി. അതായത് വിലകൾ മുകളിൽ തുടങ്ങി താഴെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ വില താഴെ തുടങ്ങി മുകളിൽ അവസാനിച്ച അത് ബുൾ ക്യാൻഡിൽ. അതേപോലെ വിലകൾ മുകളിൽ തുടങ്ങി അതിനും താഴെ അവസാനിച്ചു കഴിഞ്ഞാൽ അത് ബിയർ ക്യാൻഡിൽ. പിന്നെയുള്ളത് വിക്സ്. അതായത് ഈ റിയൽ ബോഡിക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് അപ്പറും താഴെയും ഉള്ള ഭാഗമാണ് വിക്സ്. അതായത് ഒരു സ്പെസിഫിക് പീരീഡിൽ പ്രൈസ് ഏറ്റവും ഹൈ എത്തിയിട്ടുള്ള പോയിന്റും അതേപോലെ തന്നെ ആ സ്പെസിഫിക് പീരീഡിൽ ഏറ്റവും ലോ എത്തിയിട്ടുള്ള പോയിന്റുമാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഹൈ എത്തിയിട്ടുള്ള പോയിന്റിനെ അപ്പർ വിക്ക് എന്ന് പറയും, അതേപോലെ ലോ എത്തിയിട്ടുള്ളതിനെ ലോവർ വിക്ക് എന്ന് പറയും. അപ്പോൾ ഒരു ക്യാൻഡലില് 4 വാല്യൂസ് ഉണ്ട്: ഒരു ഓപ്പൺ, ഒരു ക്ലോസ്, ഒരു ഹൈ, ഒരു ലോ. അത്രയാണ് ഉള്ളത്. അത് വിഷ്വൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാവും. അതായത് റിയൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ താഴെയായിരിക്കും, വിലകൾ ക്ലോസ് ചെയ്യുന്നത് മുകളിലായിരിക്കും. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലകൾ എവിടെയാണോ തുടങ്ങിയ അതിന് താഴെയായിരിക്കും പ്രൈസ് അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അന്നത്തെ ദിവസം പ്രൈസ് താഴോട്ടാണ് നീങ്ങിയത്. അതേപോലെ ഒരു പച്ച ക്യാൻഡിലാണെങ്കിൽ അന്നത്തെ ദിവസം പ്രൈസ് മുകളിലോട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. ആ സ്പെസിഫിക് പീരീഡിൽ ഇപ്പോൾ ഒരു 1 ഡേ ക്യാൻഡിലാണെങ്കിൽ ആ ദിവസത്തിൽ ഈ ഓപ്പണിനും ക്ലോസിനും മുകളിൽ ഒരു സ്പേസ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈ എന്ന് പറയും. അതാണ് വിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ആ ബോഡിക്ക് താഴെ ഒരു വിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അന്നത്തെ ദിവസം പ്രൈസ് ഏറ്റവും താഴെ പോയ പ്രൈസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ ടൈം ഫ്രെയിമിലും നമുക്ക് ഈ 4 വാല്യൂസ് നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വഴി മനസ്സിലാക്കാം. കാൻഡിൽ കൺസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചാർട്ട് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ചാർട്ടിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്ന ടൈം ആണ്, വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് ആണ്. പ്രൈസ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് താഴെ നിന്ന് മുകളിലോട്ടാണ് വിലകൾ കൊടുത്തിട്ടുള്ളത്. അതായത് 0, 10, 23 കണ്ട ആ റൈറ്റ് സൈഡിലുള്ള പിക്ചർ കണ്ട വിലകൾ മുകളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര തന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇതിനകത്ത് എന്ത് ഡാറ്റയാണ് ഉള്ളത് എന്നുള്ള മാത്രമുള്ള വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അതിനകത്ത് ക്യാൻഡിൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഐഡിയ കിട്ടും.
ആദ്യം നമ്മൾ ചാർട്ടിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പ്രൈസും ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ബുൾ കാൻഡിലും ബെയർ കാൻഡിലും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, എവിടെ വിലകൾ തുടങ്ങി എവിടെയാണ് അവസാനിക്കുന്നത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ ഇവിടെ വരച്ചിട്ടുള്ളത്. ആദ്യം ബിയർ കാൻഡിൽ കണ്ട 20 രൂപയിൽ തുടങ്ങി 10 രൂപയിൽ അവസാനിച്ചിരിക്കുന്നു. ബുൾ കാൻഡിലാണെങ്കിൽ താഴ്ന്ന് തുടങ്ങി മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. അതായത് 10 രൂപയിൽ തുടങ്ങി 20 രൂപയിൽ അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഉള്ളത് അപ്പർ ലോവർ വിക്ക് ആണ്. ഫസ്റ്റ് നമുക്ക് ബിയർ കാൻഡിൽ എടുക്കുക. ബിയർ കാൻഡിൽ ഫസ്റ്റ് 20 ഓപ്പൺ ചെയ്തിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 25 രൂപയ്ക്ക് വില എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ വില നിന്നില്ല, വീണ്ടും അത് താഴെ പോയി, ലോ വന്ന് 5 രൂപയ്ക്ക് വന്നു. എന്നിട്ട് വീണ്ടും അത് 10 രൂപയിൽ അവസാനിച്ചു. ഇതാണ് നമ്മൾ ഇപ്പുറത്ത് ക്യാൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം വില ഓപ്പൺ ചെയ്തത് 20 രൂപയിലാണ്, അവസാനിച്ചത് 10 രൂപ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഏതോ സമയങ്ങളിൽ ഒരു ഹൈയും ലോയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബിയർ കാൻഡിൽ എങ്ങനെയാണെന്ന് ഇപ്പുറത്ത് വരച്ചിട്ടുണ്ട്. കണ്ട വിലകൾ ഫസ്റ്റ് തുടങ്ങണ ഓപ്പൺ എന്നുള്ള സ്പേസിൽ തുടങ്ങി 20 രൂപ, അത് നേരെ ഹൈ 25 പോയി, വീണ്ടും അത് ലോ 5 രൂപയിൽ വന്നു, അവസാനം 10 രൂപയിൽ അവസാനിച്ചു. അപ്പൊ അതാണ് ഒരു ബിയർ കാൻഡിൽ. നമ്മൾ നേരത്തെ കണ്ടതിനെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് കാൻഡിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബുൾ കാൻഡിൽ. 10 രൂപയ്ക്ക് ഓപ്പൺ ആയി, വിലകൾ മുകളിലോട്ടാണ് പോയത്. രാവിലെ ഓപ്പൺ ആയിട്ട് വീണ്ടും അത് ലോ തീർത്തു, അതാണ് ലോവർ വിക്ക്. എന്നിട്ട് ആ വില നേരെ ഹൈ 25 പോയി 20 ക്ലോസ് ആയി. അപ്പൊ ഇങ്ങനെ ഒരു കാൻഡിൽ രൂപപ്പെട്ടു. അടുത്ത ടൈം ഫ്രെയിം. ഇവിടെ ഒരു വിഷ്വൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡേ കാൻഡിലാണ്. അപ്പോൾ ഇതിലൊരു ബുൾ കാൻഡിലും ഒരു ബിയർ കാൻഡിലും കൊടുത്തിട്ടുണ്ട്. ബിയർ കാൻഡിൽ മുകളിൽ വില രാവിലെ 9:15 രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മുകളിലാണ് വില. അത് അവസാനം 3:30 അവസാനിക്കുമ്പോൾ വില അതിന് താഴെയാണ് അവസാനിച്ചിട്ടുള്ളത്. അതൊരു ബിയർ കാൻഡിൽ. ഓപ്പോസിറ്റ് പച്ച കാൻഡിൽ, ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് താഴെ 9:15, വിലകൾ അവസാനിച്ചിട്ടുള്ളത് 3:30 മുകളിൽ. അപ്പൊ രണ്ടിന്റെ ഹൈ ആ ഒരു ദിവസത്തിൽ ഹൈയും ലോയും തീർത്തതാണ്. നമ്മൾ ആ നേരത്തെ മനസ്സിലാക്കിയതാണ് 4 വാല്യൂസ്. അതിനകത്ത് ഒരു ടൈമും കൂടെ ഉണ്ട്. ഒരു ടൈമിലാണ് ഈ 4 വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ ഞാൻ ഡേ കാൻഡിലാണ് എക്സാമ്പിളിന് കൊടുത്തിട്ടുള്ളത്. എല്ലാ ടൈം ഫ്രെയിമിലും ഈ 4 വാല്യൂസ് നമുക്ക് കിട്ടും. മനസ്സിലായി? ഈ ടൈം ഫ്രെയിം നമുക്ക് ചാർട്ടിൽ മാറ്റാവുന്നതാണ്. അത് നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഒരു കാൻഡിൽ കൺസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു റിയൽ വേൾഡ് ചാർട്ടാണ്. ഹിന്ദൽകോ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടാണ് ഇത്. ഇതേപോലെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള എല്ലാം HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഈ സ്റ്റോക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിലകൾ മുകളിലോട്ടും താഴോട്ടും പോയിട്ടുള്ളത് നമുക്കിവിടെ വിഷ്വലി കാണാൻ പറ്റും. താഴത്തെ എക്സ് ആക്സിസിലുള്ള ടൈമാണ്, വൈ ആക്സിസിലുള്ളത് പ്രൈസ് ആണ്. അപ്പൊ ഇത് എത്ര ശതമാനം നീങ്ങിയിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ മെഷർമെന്റ് ടൂൾ എടുത്ത് വെച്ചിട്ട് വില ഹൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് രാവിലെ സമയം എടുത്തിട്ടാണ് ഈ വിലകൾ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് നവംബർ 25 വില എത്രയായിരുന്നു? 765 രൂപയായിരുന്നു. അത് 28 ജനുവരി 2026 ആയപ്പോഴത്തേക്കും 30% വിലകൾ മുകളിലെത്തി. അപ്പൊ നമ്മൾ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30% നമുക്ക് ഇപ്പോൾ റിട്ടേൺ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അത് പറയല്ല ഞാൻ വന്നത്. ഇതിനകത്ത് പച്ച ക്യാൻഡിലുകൾ വിലകൾ മുകളിലോട്ട് പോയപ്പോൾ ഉള്ള വിലകളാണ്. അതായത് പച്ച ക്യാൻഡിൽ ഇവിടെ നിന്ന് പ്രൈസ് നീങ്ങി മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി എടുത്താൽ 7%, 7 ദിവസം കൊണ്ട് ഇത് 7% നീങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ ക്യാൻഡിൽ പാറ്റേൺസ് വെച്ച് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നെങ്കിൽ 7% നമുക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും. പാറ്റേൺസ് ആണ് അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ചാർട്ട് റീഡ് ചെയ്യേണ്ടതെന്ന്. പാറ്റേൺസും മറ്റ് ടെക്നിക്കൽ ടൂൾസും പ്രൈസ് ആക്ഷനും വെച്ച് നമുക്ക് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ചാർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സ്വിംഗ് ട്രേഡ് ചെയ്യാം. ഇതേപോലത്തെ പാറ്റേൺസും ക്യാൻഡിൽ പാറ്റേൺസും വെച്ചിട്ട് പ്രൈസ് ഒരു വേവ് പോലെയാണ് പ്രൈസ് നീങ്ങുന്നത്. അപ്പം പ്രൈസ് ഒരു ദിശയിലോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. ആ നീക്കങ്ങളിൽ നമുക്ക് ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പം മനസ്സിലാവും. എപ്പോഴും ശരിയായിരിക്കുന്നതല്ല ട്രേഡിങ്. നമുക്ക് ഈ ടൈം ഫ്രെയിം ഇതിപ്പോൾ 4 മണിക്കൂറാണ് ഇട്ടിരിക്കുന്നത്. ഈ ടൈം ഫ്രെയിം നമുക്ക് ഇവിടെ നിന്ന് ഏത് ടൈം ഫ്രെയിമിലോട്ട് വേണോ പ്രൈസ് മാറ്റാം. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് നമുക്കിത് ടൈം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ
ഡേ ക്യാൻഡിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് 4 hours കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 4 വാല്യൂസ് കിട്ടും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും ഗ്യാപ്സും സപ്പോർട്ട് റെസിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന പാറ്റേൺസ്, അപ്പോൾ നമുക്ക് കുറേ വിഷയങ്ങളൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ടൂൾസ് എന്താണെന്നുള്ള വീഡിയോസ് അങ്ങോട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ബേസ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് കൺസ്ട്രക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 16%, 13 ദിവസം കൊണ്ട് 16%. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16,000 രൂപ 12 ദിവസം കൊണ്ട് റിട്ടേൺ. പക്ഷെ നിങ്ങൾ ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതേപോലത്തെ നീക്കങ്ങൾ എപ്പോഴും മാർക്കറ്റിലുള്ളതാണ്. കുറച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഗോൾസ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ്. ഒന്ന്, നമുക്ക് ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. 2, നമുക്ക് സ്ട്രെങ്തും വീക്ക്നെസ്സും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വഴി അറിയാൻ പറ്റും. 3, കണ്ടിന്യൂഷൻ ആണോ റിവേഴ്സൽ ആണോ, പ്രൈസ് നേരെ മുകളിലോട്ടാണോ താഴോട്ടാണോ, അങ്ങനെയുള്ള ഐഡിയ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വഴി കിട്ടും. മാർക്കറ്റ് സെന്റിമെന്റും സൈക്കോളജിയും മനസ്സിലാവും. ക്ലിയർ ആയിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ ഇൻഡിക്കേഴ്സിന് കൺഫർമേഷൻ ആയിട്ട് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിക്കാം. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിങ്ങുമായിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളത് സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, കണ്ടിന്യൂഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ഗ്യാപ്സ്, മിസ്റ്ററീസ് ഓഫ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനിൽ ഉണ്ടാക്കുന്ന ക്യാൻഡിൽ പാറ്റേൺസ്, അനാലിസിസ് ബേസ്ഡ് ഓൺ ഷാഡോസ്, അതായത് വിക്സ് വെച്ച് നമുക്ക് എങ്ങനെ സെന്റിമെന്റ്സ് റീഡ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇനി ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് പഠിക്കാനുള്ളത്. ഈ വീഡിയോ ഒരു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ടെക്നിക്കൽ അനാലിസിസിലുള്ള ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി പ്രൈസ് ആക്ഷൻ ഉണ്ട്, എങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഓപ്ഷൻ ഫണ്ടമെന്റൽസ് ഉണ്ട്, ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക.